നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്പീക്കർ എൻ ഷംസീറും കുടുംബവും ഇപ്പോൾ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ദുരന്ത സമയത്തെ വിദേശയാത്രയിൽ വിമർശനവും ഉയരുന്നു. സ്പീക്കർ എൻ ഷംസീർ കുടുംബസമേതം അമേരിക്കയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഷിക്കാഗോയിൽ നടക്കുന്ന പാർലമെന്ററി രംഗവുമായി ബന്ധപ്പെട്ട 2 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയത്. ഇന്ന് പുലർച്ചെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് സ്പീക്കറും കുടുംബവും ഖത്തറിലേക്ക് പറന്നത്. ദോഹയിൽ നിന്ന് രാവിലെ 8 മണിയോടെ ചിക്കാഗോയിലേക്കും തിരിച്ചു. ഖത്തർ എയർവേസ് വിമാനത്തിലാണ് യാത്ര. ദുരന്തം നടുങ്ങി നിൽക്കുന്ന വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കറുടെ വിദേശയാത്ര വിമർശനങ്ങൾക്ക് പോലും കാരണമായി മാറുന്നു. 380-ലേറെ പേർ മരിക്കുകയും 200-ലേറെ പേരെ കാണാതാവുകയും ചെയ്ത ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് സ്പീക്കർ കുടുംബം ഒന്നിച്ച് വിദേശയാത്രയ്ക്ക് പുറപ്പെട്ടത്. ഇത് ശരിയായില്ലെന്ന വിമർശനം സർക്കാർ തലത്തിലും CPM-ലും പോലും ശക്തിപ്പെടുന്നുണ്ട്. എന്നാൽ സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിലുള്ള ഔദ്യോഗിക പരിപാടിക്കാണ് സ്പീക്കർ പോയതെന്നാണ് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഔദ്യോഗിക പരിപാടികൾക്കായി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വാങ്ങേണ്ടതുണ്ട്. എന്നാൽ അമേരിക്കൻ പര്യടനത്തിനായി യാത്ര തിരിച്ചിരിക്കുന്ന സ്പീക്കർ എൻ ഷംസീർ വിദേശകാര്യ വകുപ്പിൽ നിന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നേടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ടിക്കറ്റും താമസവും മറ്റും പരിപാടിയുടെ സംഘാടകർ തന്നെയാണ് നൽകുന്നത്. സർക്കാർ പണം ചെലവാക്കാത്തതുകൊണ്ടാണ് ഔദ്യോഗിക യാത്രയായിട്ടും പൊളിറ്റിക്കൽ ക്ലിയറൻസ് എടുക്കാതിരുന്നതെന്നാണ് വിശദീകരണം. സ്പീക്കർ വെള്ളിയാഴ്ച ചൂരൽമലയും മുണ്ടക്കയം അടക്കമുള്ള ദുരന്ത സ്ഥലങ്ങളും മേപ്പാടിയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചു കഴിഞ്ഞിരുന്നു. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും സ്പീക്കറുടെ വിദേശയാത്ര ശരിയായില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളും പറയുന്നത്.